കോഴിക്കോട് ശക്തമായ മഴയിൽ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും വിൽക്കുന്ന കടയുടെ മേൽക്കൂര തകർന്നു വീണു. നിരവധി പക്ഷികൾ ചത്തു. കോഴിക്കോട് ഫറോക്കിന് സമീപം ചെറുവണ്ണൂരിലാണ് സംഭവമുണ്ടായത്. KV രാഹുലാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്. രാഹുൽ, ഈ മഴക്കെടുതി അത് ഓരോരുത്തർക്കും ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ജില്ലയിലെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? പൂജ, നാശനഷ്ടം പലവിധമാണ്. മഴ കാര്യമായ നാശനഷ്ടം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉടനീളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ നമ്മളീ പറഞ്ഞ വളർത്തുമൃഗങ്ങളെയും അതുപോലെ പക്ഷികളെയും വിൽക്കുന്ന കടയുടെ മേൽക്കൂര തകർന്നു വീണുണ്ടായ സംഭവം. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഫറോക്കിനടുത്ത് ചെറുവണ്ണൂരിലാണ്. വളർത്തുമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, അതുപോലെ പ്രാവ് ഉൾപ്പെടെയുള്ള നിരവധി തരം വളർത്തു പക്ഷികളെയും വിൽക്കുന്ന കടയാണ്. ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കട കൂടിയാണ്. ഇതിൻ്റെ മേൽക്കൂര വളരെ പൊടുന്നനെ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. കടയിലെ ജീവനക്കാരന് പരിക്കേറ്റു. അത് സാരമുള്ളതല്ല എന്നത് ആശ്വാസം. പക്ഷേ നിരവധി പക്ഷികൾ ചത്തുപോയി എന്നതാണ്. കൂട്ടിനകത്താണ് മേൽക്കൂര വീണ് മരവും ഓടുമൊക്കെ ചേർന്ന് വീണതുകൊണ്ട് കൂടുകൾ തകർന്നുപോയി, അതിനടിയിൽപ്പെട്ടുപോയി, മൃഗങ്ങളൊക്കെ അടിയിൽപ്പെട്ടുപോയി. പക്ഷികൾ കുറേ എണ്ണം ചത്തു എന്നതാണ്. സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും അതുപോലെ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുമൊക്കെ ഓടിച്ചേർന്നാണ് ഈ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പുറത്തേക്ക് എടുത്തത്. പക്ഷേ കുറേ എണ്ണത്തിനൊന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രാവടങ്ങുന്ന കുറേ പക്ഷികൾ ചത്തുപോയി എന്നതാണ്. എന്തായാലും ആ ജീവനക്കാരന് അത്ര സാരമായ പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഇനി ജില്ലയിൽ പൊതു മഴസ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഈ ശക്തമായ ഇന്നലെ രാത്രിയും ഇന്നുമായി പെയ്ത കനത്ത മഴയിൽ 16 വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ. അത് കോഴിക്കോട് താലൂക്കിൽ 6 വീടുകൾ, കൊയിലാണ്ടിയിൽ 5, വടകരയിൽ 3, താമരശ്ശേരി താലൂക്കിൽ 2 എന്നിങ്ങനെയാണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചത്. മരം ഒടിഞ്ഞു വീണും അതുപോലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഇത്രയധികം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ആളുകൾക്ക് പരിക്കോ അല്ലെങ്കിൽ ജീവനാശമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. മാവൂർ കച്ചേരിക്കുന്നിൽ 3-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ മറ്റു താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതൊക്കെയായി വന്നിട്ടുണ്ട്. 21 കുടുംബങ്ങളെയാണ് ജില്ലയിൽ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം 2 ഇടങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് തലക്കുളത്തൂരിലാണ്, 2 ഒളവണ്ണയിലാണ്. തലക്കുളത്തൂരിൽ നഫീസയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴുന്നത്. ഒളവണ്ണയിൽ മോഹനൻ എന്നയാളുടെ വീട്ടിലെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. എന്തായാലും റെഡ് അലേർട്ടാണ്. അതിതീവ്ര മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ്. രാഹുൽ KV നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്.